ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ യു ഓൾ? ഞാനും ഫാമിലി ഇവിടെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു ഈസി ബോയിൽഡ് എഗ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം നമ്മൾ 3 എഗ് എടുത്ത് ബോയിൽ ചെയ്യാൻ വെക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വിനീഗറും ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ വെക്കുക. വിനീഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോയിൽ ചെയ്തതിന് ശേഷം പെട്ടെന്ന് എഗ് ഷെല്ലൊക്കെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഒരുപാട് വാട്ടറി ആവരുത്, ഭയങ്കരമായിട്ട് തിക്കും ആവരുത്. നമുക്കിത് എഗ്ഗിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാൻ. നമ്മൾ എഗ്ഗ് ഇവിടെ ബോയിലായി വരുന്നുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിഞ്ഞു. അത് ഷെല്ല് പൊട്ടിച്ച് ഹാഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് തേച്ച് കൊടുക്കാം. എല്ലാ എഗ്ഗിലേക്ക് നമ്മൾ ആ തേച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ചേരം വെക്കൊന്നും വേണ്ട, അങ്ങനെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മളിത് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പാന് ചൂടാക്കുക, അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള എഗ്ഗ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എഗ്ഗ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. മേ ബി നമ്മൾ ഇത് ഓയിലിലേക്ക് ഇടുമ്പം ചിലപ്പോൾ ഇങ്ങനെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്ന് കൈയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ഒരു സൈഡ് ആയി വന്നതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡും കൂടെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടതാ നമ്മളെ ബോയിൽഡ് എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈ ആണ്. സ്കൂൾ കഴിഞ്ഞ് വന്ന് ഒരു സ്പെഷ്യലും ഇല്ലയെന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് തെറ്റിയിരിക്കുന്ന എനിക്ക് എൻ്റെ അമ്മ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുന്നൊരു ഡിഷാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.